റെജി ലൂക്കോസ് സാമൂഹ്യ നിരീക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, വളരെ കൃത്യമാണ് RSSന്റെ അജണ്ട അവർ നടപ്പിലാക്കുന്നത്. ആദ്യം അവർ പാർലമെൻറ്റിന് മുന്നിൽ, പാർലമെൻറ്റിനകത്ത് ഗാന്ധിക്ക് നേരെ എതിർവശത്ത് മാപ്പിരന്ന വീർ സവർക്കറെ, രാജ്യത്തെ സ്വാതന്ത്ര്യസമരത്തെ ഒറ്റക്കെടുത്ത വീർ സവർക്കറെ ഗാന്ധിക്ക് നേരെ തന്നെ പ്രതിഷ്ഠിച്ചു. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ചെങ്കോലുമെടുത്ത് കയറിയ നരേന്ദ്രമോദിയെ കണ്ടതാണ്. അതിന് പിന്നാലെയാണിപ്പോൾ ഗാന്ധി ജയന്തിക്ക് തലേന്ന് വളരെ കൃത്യമായി തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത, ഇപ്പോൾ അവർ പറയുന്ന 1962 ചൈന യുദ്ധത്തിൽ പങ്കെടുത്തു, അതിൽ പിന്തുണച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ RSSകാരെ 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ നെഹ്റു ക്ഷണിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ഒരു ക്ഷണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ നിരന്തരം കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് RSS സംഘപരിവാർ. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ഒരു ഉപാധി മാത്രമായി നരേന്ദ്രമോദി മാറുകയാണ്. ഭരണഘടന അംഗീകരിക്കാത്ത, മനുവാദം കൊണ്ടുവരണമെന്ന് പറയുന്ന സംഘപരിവാർ ന്യായം, RSSന്റെ ന്യായം നടപ്പാക്കാൻ ഒരു പ്രധാനമന്ത്രി രംഗത്തിറങ്ങുമ്പോൾ വെല്ലുവിളിയാകുന്നത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് തന്നെയാണ്. എന്താണ് താങ്കൾക്ക് ഈ സാഹചര്യത്തിൽ വിലയിരുത്താനുള്ളത്? രാജ്യം അപമാനിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ആദ്യത്തെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇവിടുത്തെ സ്വതന്ത്ര വാഞ്ചികളായിട്ടുള്ള ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സമരം ചെയ്തപ്പോൾ അതിനെ ഒറ്റിക്കൊടുത്ത ചരിത്രമാണ് RSSനുള്ളത്. നമുക്കറിയാൻ പറ്റും, ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ RSS എന്ന് പറയും, ഇപ്പൊ അതിന് 100 വർഷം പൂർത്തീകരിച്ചപ്പോൾ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തോട് ചെയ്തിരിക്കുന്ന കടുത്ത വിഭാഗീയത. സ്വതന്ത്ര ഭാരതം 3 തവണ ഈ പ്രസ്ഥാനത്തിനെ, ഈ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ നിരോധിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ആ നിരോധനം ഏറ്റുവാങ്ങിയ ഒരു സംഘടന, ഒരു പ്രസ്ഥാനം ഇന്ത്യയെ ഛിന്നഭിന്നമാക്കി വർഗീയപരമായിട്ട് ഭിന്നിക്കാനും അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതിരിക്കാനും ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേരെ പടപൊരുതിയിട്ടുള്ള ചെരുപ്പ് നോക്കികളായ RSSന്റെ പേരിൽ ഒരു നാണയവും നോട്ടും പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ വസ്തുത. ചരിത്രത്തെ വളച്ചൊടിക്കുന്നതോടൊപ്പം തന്നെ ഗോഡ്സേമാരെ പോലുള്ളവരെ മഹത്വവൽക്കരിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന ഗോഡ്സയുടെ പേരിൽ ഇന്ത്യയിൽ ഇന്ന് 3 ക്ഷേത്രങ്ങൾ അവർ പണിതിട്ടുണ്ട്. ആ 3 ക്ഷേത്രങ്ങൾ പണിത് പൂജിച്ചവര് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒപ്പം നിന്നു എന്ന് പറയുന്നത്? അത് തന്നെ ചരിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയല്ലേ? ബഹുമാനപ്പെട്ട MA ബേബി, നമ്മുടെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ ഇതിന് അടിവരയിടുന്നു. ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ മാപ്പെഴുതി കൊടുത്ത് പലതവണ ജയിൽ മോചിതരായിട്ടുള്ള ചരിത്രം, ഏക ചരിത്രം RSSന്റെ നേതാക്കന്മാർക്ക് മാത്രമാണ്. അപ്പോൾ സവർക്കറെ പോലുള്ളവരെ പോലും വലിയ രീതിയിൽ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തു നിന്ന് മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ പോലും അപമാനിക്കുന്ന ഇവര് ഈ രാജ്യത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ഇതിലും ഭീതിജനകമായ അവസ്ഥയായിരിക്കും. ഇപ്പൊ സിജു ഒന്ന് ആലോചിച്ച് നോക്കി, 400 സീറ്റ് നേടും തങ്ങളെന്ന് അവകാശപ്പെട്ട BJPയുടെ കേന്ദ്ര നേതൃത്വവും നരേന്ദ്രമോദിയും ഒരു 350 സീറ്റിന് മുകളിലേക്കായിരുന്നു 2024 സീറ്റ് നേടിയിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ നമുക്ക് പോലും ഇപ്പോൾ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കാവുന്ന ഒരു അവസ്ഥയിലായിരിക്കുമോ എന്ന കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതെന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ അവരെ ചുരുട്ടിക്കൂട്ടി മൂലക്കിരുത്തിയത് മഹാഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നരേന്ദ്രമോദിയും സംഘവും നടത്തുന്ന രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളുടെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സംഘടനയെയും BJP എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനത്തെയും ഇന്ത്യയും ജനത കൈവിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്തകൾ. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, വോട്ട് ചോരിയിലൂടെ രാജ്യത്തിന്റെ ഏതാണ്ട് 60ഓളം നിയോജക മണ്ഡലങ്ങൾ, ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 60ഓളം ലോക്സഭാ മണ്ഡലങ്ങൾ അവർ നേടിയത് ഇതുപോലത്തെ തട്ടിപ്പുകൂടാ എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ. അത് നമ്മുടെ ഇന്ത്യ മുന്നണി കൃത്യമായ രീതിയിലുള്ള റിസർച്ച് നടത്തി 4ഓളം നിയോജകമണ്ഡലങ്ങളിലെ കഥകൾ, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പുറത്തു വിട്ടു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന അതിൽ ഭയാനകമായ വാർത്തകൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും വാരണാസിയിൽ ആദ്യത്തെ 5 റൗണ്ട് എണ്ണുമ്പോൾ പുറകിലായിരുന്നു. പിന്നീട് ഒരൊറ്റ കുതിപ്പായിരുന്നു. അന്ന് 4 ലക്ഷം വോട്ടിന് 2019 ജയിച്ച മോദി ഈ പറയുന്ന വോട്ട് തട്ടിപ്പിലൂടെയാണെന്ന് സംശയിക്കത്തക്ക രീതിയിൽ കേവലം 1.5 ലക്ഷം വോട്ടിനാണ് ജയിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും ജനങ്ങളുടെ മാൻഡേറ്റോടു കൂടിയല്ല ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്, ഇപ്പൊ പ്രധാനമന്ത്രി ആയിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത് സംഭവിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. പക്ഷെ ഇവിടെ ചോദ്യം ഒന്നേ ഉള്ളൂ, എങ്ങനെ എവിടെ വെച്ചാണ് ഇവരുടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏതെങ്കിലും ഒരു RSSന്റെ പ്രതിനിധി അന്ന് അവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിമിഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് എതിരെ പ്രകടനം നയിച്ചവരാണ് ഈ RSSകാര്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ റെജി ലൂക്കോസ്, ഈ പലപ്പോഴും നമ്മളൊക്കെ അറിയാതെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്,
വി.ഡി. സവർക്കറിനെ വീർ സവർക്കർ എന്ന് വിളിച്ചത് ആ വി.ഡി. സവർക്കർ സ്വയം തന്നെ വിളിച്ചതാണ് വീര സവർക്കർ എന്ന്. അത് RSSകാർ ഏറ്റുപാടുകയും ചെയ്തത്. ആ വീരം എന്ന് പറയുന്നത് ഷൂനക്കലായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് തിരിച്ചറിയുകയും ചെയ്തത്. അങ്ങനെ ആ വീർ സവർക്കറെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. വളരെ കൃത്യം. അതായത് ചരിത്രത്തിൽ എങ്ങനെയാണ് ഇടപെടൽ നടത്തുന്നത്, പാഠപുസ്തകങ്ങളിൽ എങ്ങനെയാണ് ഇടപെടൽ നടത്തുന്നത്, ഓർമ്മകൾ എങ്ങനെയാണ് മായ്ച്ചു കളയുന്നത്. ഇവിടെ ഒരു നാണയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോൾ ആ കാക്കി നിക്കറുകാർ രാജ്യത്ത് എന്തോ സംഭാവന ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ ഈ 100 രൂപ നാണയം വീണ്ടും കയ്യിലെടുക്കാം. ആ കയ്യിലെടുക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ തോന്നാൻ പോകുന്നത് ഈ രാജ്യചരിത്രത്തിൽ ഒരു പങ്കുമില്ലാത്ത കാക്കി നിക്കറുകാർ അവർ പ്രതിഷ്ഠിക്കുന്ന അതേ ആ RSS ഭാരതാംബ, അതിൽ കൃത്യമായി ചരിത്രബോധമുള്ളവർക്ക് അത് ഓരോ തവണയും ഓർമ്മിപ്പിക്കുകയും ഇവരല്ല ഈ രാജ്യം ഭരിക്കേണ്ടെന്ന് ചോദ്യം ഉയർത്താനും ചിന്തിപ്പിക്കാനും അവസരം നൽകുക. പക്ഷേ വലിയൊരു ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ, പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരം നാണയങ്ങൾ, ഈ സ്റ്റാമ്പുകൾ കൊണ്ട് കഴിയുമെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗാന്ധി ജയന്തിയുടെ തലേന്ന് തന്നെ ഇങ്ങനെ ഇറക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഗാന്ധി ജയന്തിയുടെ തലേദിവസം തന്നെ ഈ നാണയവും നോട്ട് പുറത്തിറങ്ങിയതിലൂടെ തന്നെ അവര് എവിടെയോ എന്തിനോ ഭയപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ പർട്ടിക്കുലർ ഡേറ്റ് തന്നെ തെരഞ്ഞെടുത്തത്. തന്നെയുമല്ല, ഭാരതാംബ എന്ന് പറയുന്ന കളങ്കിതമായിട്ടുള്ള കാവ്യവൽക്കരിച്ച ഒരു സ്ത്രീയുടെ ചിത്രവുമായിട്ട് കേരളത്തിന്റെ ഗവർണർ, അതുപോലെ പശ്ചിമ ബംഗാൾ ഗവർണറൊക്കെ രാജ്ഭവനെ എന്താ പറയാ മോശമായി ചിത്രീകരിച്ചതിനെതിരെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമര പരമ്പരകൾ അരങ്ങേറുകയും അതിൽ വിജയം നേടുകയും ചെയ്ത ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ ചരിത്രബോധവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തിയുമാണ് ഈ ചരിത്രത്തെ ഇന്ത്യയിലെ യുവതലമുറയെ ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടെന്നും ആരോ 1871 വരച്ചൊരു ചിത്രം, ബംഗാളിൽ വരച്ചൊരു ചിത്രമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രമെന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിച്ച ഇപ്പോഴത്തെ കേരളത്തിന്റെ ഗവർണർ സമരം ചെയ്ത് തോൽപ്പിച്ചത് ചരിത്രം ഈ സ്വതന്ത്ര വാസവരാണെന്നുണ്ടെങ്കിൽ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മളത് സ്മരിക്കണം. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ഒരു RSS വൽക്കരണം, കാവ്യവൽക്കരണം, ഇന്ത്യയുടെ ചരിത്രത്തെ പോലും എന്താ പറയാ വക്രീകരിച്ചുകൊണ്ട് ഭാരതാംബയുടെ ചിത്രവുമായിട്ട് പൂജിച്ചുകൊണ്ട് നടത്തിയ വിക്രികൾക്ക് 2 മന്ത്രിമാരാണ് അത് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയത്. അത് ദേശവ്യാപകമായിട്ട് അതിന്റെ വാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ധൈര്യം അവർ മുഖ്യമന്ത്രി പങ്കെടുത്ത കഴിഞ്ഞ ദിവസം കാണിക്കാതിരുന്നത്, ആ ചിത്രം അവിടെ വെക്കാതിരുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ധീരനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവിന് മുമ്പിൽ ഇത് വെക്കാനുള്ള ധൈര്യക്കുറവുകൊണ്ടാണ് ഈ ഗവർണർ അത് വെക്കാതിരുന്നത്. അവിടാണ് നമ്മളുടെ രക്തം ജ്വലിക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഞാൻ ഒന്നുകൂടെ പറയും, ഈ RSSന്റെ തന്നെ ആളുകൾ വക്രീകരിച്ചിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഗാന്ധിജി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്ന് വിവരം. അത്രയ്ക്ക് നിന്ദ്യമായ ചരിത്രത്തോട് കാണിച്ചിരിക്കുന്ന അധിക്ഷേപങ്ങൾ നടത്തിയ പാർട്ടിയല്ലേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും കളങ്കപ്പെടുത്താനുള്ള. പക്ഷെ നിർഭാഗ്യവശാൽ 1 ഇഞ്ച് പോലും അവർക്ക് അത് വിജയിക്കാൻ സാധിച്ചില്ല. ഇന്നും ഇന്ത്യയിൽ പ്രതിഷേധങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, പ്രത്യേകിച്ച് CPM. സിജു എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ RSSന്റെ ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്നലെ പുറത്തിറക്കിയ നാണയത്തെക്കുറിച്ചും നോട്ടിനെ കുറിച്ചും കാര്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയത് കേരളത്തിൽ? അതെങ്ങനെ പ്രതികരണം നടത്താൻ കഴിയും ശ്രീ റജി ലൂക്കോസ്? ആ ഗോൾവൽക്കർ മുൻപിൽ പോയി നിന്ന് വിളക്ക് കൊളുത്തിയ വി.ഡി. സതീശൻ, RSSകാരെ സംരക്ഷിച്ചു എന്ന് പറയുന്ന കെ. സുധാകരൻ അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ അവിടെ BJPയെ നേരിടാനെന്ന് പറഞ്ഞു പോയി രാഹുൽ ഗാന്ധി അവിടെ കാട്ടിക്കൂട്ടിയ ഹനുമാൻ സേവയടക്കം നമ്മൾ കണ്ടതല്ലേ. അവരെങ്ങനെ പ്രതികരിക്കും RSSനെതിരെ? ആ ലജ്ജ കൊണ്ടായിരിക്കും അവർ ഒരക്ഷരം പോലും ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കി, ചരിത്രത്തിനോട് കാണിച്ചിരിക്കുന്ന അപജയം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ജനങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയ ഏറ്റവും വലിയ ജനാധിപത്യ ജനസംഖ്യയുള്ള രാജ്യത്തെ ആ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പൈതൃകം പേറുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും മൗനത്തിലാണ്. അതല്ലേ ഭീകരമായ വസ്തുത എന്ന് പറയുന്നത്. ഇതൊക്കെ കേരളത്തിലെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന ഓർമ്മകളുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശം ഉന്നയിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇനി ഉയർത്തുന്ന ചോദ്യം, എവിടെയാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ വായിലെ നാക്ക്? അവരെന്തുകൊണ്ട് ചലിക്കുന്നില്ല? അപ്പൊ ഇവരുടെ വിധേയത്വമല്ലേ സിജു ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്? അതല്ലേ ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിൽ ഒരു B ടീമായിട്ട് പ്രവർത്തിക്കുന്നത്? അതല്ലേ കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ ഏതാണ്ട് എന്താ പറയുക ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇവരുടെ ഭാഗത്തുണ്ടാകുന്ന ഈ വിക്രിയപരമായിട്ടുള്ള പ്രതികരണങ്ങളും ജനവിരുദ്ധമായിട്ടുള്ള ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുന്നത്? അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു. അവരുടെ ബോധ്യം എന്താണ്? തങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. അല്ല എങ്കിൽ തന്റെ ഇടവുള്ള ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യം പേർന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ സ്വാതന്ത്ര്യ സമരം ഒറ്റിക്കൊടുത്തവര് നാണയം ഭരണഘടനാലംഘനമാണ് ഇന്ത്യയിൽ ഒരു നാണയം ഇറക്കാന്ന് പറഞ്ഞാൽ നാണയത്തിൽ പതിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാ? അത് വ്യക്തമായിട്ട് തന്നെയുണ്ട്. അതായത് രാജ്യത്തിന് സേവനം ചെയ്ത മഹത് വ്യക്തിത്വങ്ങള്,
അതുപോലെ തന്നെ നമ്മുടെ പക്ഷികള്, മൃഗങ്ങള്, ക്ഷമിക്കണം, അതുപോലെ തന്നെ മൃഗങ്ങള്, അതുപോലെ ചരിത്ര സംഭവങ്ങൾ, ഈ രാജ്യത്തുമായിട്ട് സേവനം ചെയ്തിരിക്കുന്ന നോട്ടബിൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ മാത്രമേ അതിനകത്ത് സിമ്പലായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ആസ്പെക്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന RSSന്റെ സിമ്പൽ അതിനകത്ത് അടിച്ചൊരു നാണയം ഇറക്കാൻ പറ്റുക? ഇത് ചോദ്യം ചെയ്യാനുള്ള തന്റെ ഇടം, ഇതിനെ വിമർശിക്കാനുള്ള തന്റെ ഇടം ഇല്ലായ്മ എന്തുകൊണ്ടാണ് കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്നത്? എവിടെയാണ് ഈ കോൺഗ്രസ്സുകാരുടെ നാവെന്ന് പറയുന്നത്? ഇതെല്ലാം കേരളത്തിലെ 4 കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ചരിത്രത്തിനെ വക്രീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് എക്കാലവും ഈ രാജ്യത്ത് ഇറങ്ങിയിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാ, CPM പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാ. നമുക്ക് അഭിമാനിക്കാം ആ കാര്യത്തിൽ. ഇപ്പോൾ തന്നെ ദേശീയ മുന്നണിയിൽ, ദേശീയ തലത്തിൽ ഒരു ബദൽ സംവിധാനം കൊണ്ടുവന്ന ആരാ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഒരു ഇന്ത്യ മുന്നണി കൊണ്ടുവന്നുകൊണ്ട് ഈ BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തെ തടഞ്ഞു നിർത്തിയത്. ഇതിനകത്ത് കോൺഗ്രസ് എന്ത് പങ്കാണുള്ളത്? അത് തന്നെയാണ് ശ്രീ റജി ലൂക്കോസ്, താങ്കൾ ചോദിച്ചത് തന്നെയാണ്. കോൺഗ്രസിന് എന്താണ് പങ്ക്? കോൺഗ്രസ് എന്താണ് ഈ BJPക്കെതിരെ എങ്ങനെയാണ് പ്രതിരോധം തീർക്കുക? RSSന്റെ മനസ്സുള്ള കോൺഗ്രസ്സുകാർ, അങ്ങനെ RSSകാരുടെ ഒരു കൂടാരമായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മാറുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക? താങ്കൾ ചോദിച്ച ചോദ്യം തന്നെയാണ് വളരെ പ്രസക്തം.